അങ്ങനെ നോക്കിയപ്പോ ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒന്നിനും കഴിയാത്ത വാപ്പയോട് ഉപമിക്കുകയാണ് പേരോട്. അങ്ങനെ പേരോട് ഉസ്താദ് ഉപമിച്ചിട്ടില്ല. പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് ഞങ്ങളാ പറയേണ്ടത്, ഇതല്ല പറയേണ്ടത്. പേരോട് ഉസ്താദ് എന്തിനോടാണ് ഉപമിച്ചതുള്ളത്? പേരോട് ഉസ്താദും ഞങ്ങളാ പറയേണ്ടത്. ഞങ്ങളെ ഉസ്താദ്മാർ എന്തിനോടാണ് ഉപമിച്ചത്, ഏത് വിഷയത്തിലാണ് തശ്ബീഹ് ആക്കിയത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇജ വിശദീകരിക്കണ്ട കേട്ടോ, അതെൻ്റെ പണിയെടുത്താൽ മതി. ഇജ് ഇവിടെ ഷെയർ മുബാറക്കിനെ ആദരിക്കണം, കക്കൂസ് പോകണം ഒരേ മാതിരിയാണ്, ഇന്ന് കണ്ടാസ് പോണ്ടേ ഒരേ മാതിരി എന്ന് പ്രസംഗിച്ചാനാ ഞാൻ കേൾപ്പിച്ചേ. ഇജ് ആരടി, ഇതെന്താ മനസ്സിലാക്കിയത്? ഞാൻ കാണാ ഇപ്പം ഏറ്റേ അതിന് മുമ്പ് ഒന്നും കൂടി പറയണ്ടേ, ഇതൊന്നും തീരുമാനമാക്കുക. ഇത് പറഞ്ഞിട്ട് ആ പറഞ്ഞില്ല, ഇങ്ങനെ നെഞ്ഞത്തേക്ക് കയറിയല്ലേ. അല്ല പറയാം, എനിക്ക് സാധാരണക്കാരാണ് എനിക്ക് മറുപടി വരാൻ ഏറ്റവും ബെറ്റർ. മൂലന്മാരൊന്നും വേണ്ട, സാധാരണക്കാരെ എത്തുമ്പോൾ പൊട്ടി പൊളിഞ്ഞ് പാളിസാകല്ലോ. കണ്ടോടി ഇപ്പം പ്രസംഗിക്കുകയാണെന്ത്, ഒരാൾ ഷെയർ മുബാറക്കിനെ ആദരിക്കുക, ഒരാൾ കക്കൂസ് പോവുക, രണ്ടും ഒരേ മാതിരിയാണ്. രണ്ടിനും സമ്മതം വേണ്ടാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിനോട് റസൂലുള്ളാഹി ഷെയർ മുബാറക്കിനെ ആദരിക്കുന്നതിന് ഇവൻ ഒരാൾ കക്കൂസ് പോളിന് അതിനോട് ഉപയോഗിച്ചാൽ അങ്ങനെ ഉണ്ടാവും? കക്കൂസിനോട് ഷെയർ മുബാറക്കിനെ ഉപയോഗിക്കല് മോയൻ്റെ ഉപയോഗിച്ചില്ലേ? അത് ഞാൻ കളിപ്പിച്ചത്. അതിന് മുമ്പ് ഒന്നുകൂടി പറയട്ടെ, വല്ല ആളാകാൻ വന്നിക്കുക, അതൊക്കെ ആടാം എൻ്റെ കുഞ്ഞാളുകളെ മുമ്പ് മതി. ആദ്യം അയാൾ പറഞ്ഞ വാപ്പനെ പറയുന്നതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ ഉദാഹരണം, ഒരാൾ വന്നിട്ട് എന്നോട് പറയുന്നു പള്ളി ഉണ്ടാക്കി തരണം, എനിക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇടപെടണം. അപ്പോ ഹബീബായ തങ്ങളോടുള്ള ചോദ്യത്തെ ഇയാളോട് പള്ളി ഉണ്ടാക്കാൻ ചോദിക്കുന്നതിനോട് ഉപമിക്കുകയാണ്. അങ്ങനെ അവിടെ ഉപയോഗിച്ചിട്ടില്ല, അതും പച്ചക്കളവാ. ഇടപെടാൻ പക്ഷെ ഇടപെടുക എന്ന വിഷയത്തിൽ, ഈ വിഷയത്തിൽ അങ്ങ് ഇടപെടണം, ആ വിഷയത്തിലാണ് തശ്ബീഹ് ആക്കിയിട്ടുള്ളത്. അത് പേരോട് ഉസ്താദിനോട് അവിടെ അങ്ങനെ തന്നെയാണ്, ആ വാപ്പാന്റെ വിഷയം പറഞ്ഞോടത്തും അങ്ങനെ തന്നെ ഇടപെടുക, നിബിധങ്ങളുടെ വിഷയത്തിലും ഇടപെടുക. ഈ മൂന്നോടത്തും ഇടപെടുക എന്ന വിഷയത്തിൽ മാത്രമാണ് തശ്ബീഹ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല മോയൻ്റെ. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഉസ്താദ് എന്താ പറഞ്ഞെന്നുള്ളത് കേട്ടോ. എൻ്റെ ആ ചീന തലച്ചോറും ചിന്തിച്ച് അങ്ങനെ തന്നെ കിട്ടുള്ളൂ, അത് മനസ്സിലാക്കിക്കോ. ഒന്നും കൂടി വരട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞില്ല. ആ പറച്ചിലിനെയാണ് ഞങ്ങളും പറയുന്നത്. ആ പറച്ചിലിനെയാണ്, ഏത് പറച്ചിലിനോട്? പാപ്പ വീടുണ്ടാക്കി തരണം എന്ന് പറയുന്ന പറച്ചിലും ഹബീബായ തങ്ങളോടുള്ള പറച്ചിലും ഒരുപോലെയാണ്. ഏത് വിഷയത്തിൽ? ചെയ്തു തരാൻ പറ്റൂല എന്നുള്ള വിഷയത്തിൽ. ആ വിഷയത്തിലല്ല തശ്ബീഹ്. പഠിച്ചോ മോൻ്റെ, പാപ്പാനോട് പറഞ്ഞതും പേരോട് ഉസ്താദിനോട് പറഞ്ഞതും നിബിധങ്ങളോട് പറഞ്ഞതും ഇടപെടാൻ വേണ്ടി പറയുന്ന പറച്ചിലുണ്ടല്ലോ, ആ പറച്ചിലിനോട് തശ്ബീഹ് ആക്കിയത്. പഠിച്ചോ, ഞങ്ങൾക്കറിയതേ, അതിലെന്താ കുഴപ്പമുള്ളത്? അതിൻ്റെ പറയും. ഞങ്ങളെ ഉസ്താദ്മാർ പറഞ്ഞ് ഞങ്ങളെ വിശദീകരിക്കേണ്ടത്, മരപ്പോത്തെ മനസ്സിലാക്കിക്കോ. ഇതെല്ലാം വിശദീകരിക്കേണ്ടത് എൻ്റെ കാട്ടുകള്ളന്മാരും അല്ല. ഞങ്ങൾക്കറിയടോ, പേരോട് ഉസ്താദിനോട് പറഞ്ഞപ്പോഴും അവിടെയും എന്താണ്, നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടണം. പാപ്പാനോട് പറഞ്ഞപ്പോഴും നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം, വീടുണ്ടാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം, പള്ളി ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഉസ്താദ് നിങ്ങൾ ഇടപെടണം. അള്ളാഹു താല എനിക്ക് മാപ്പ് നൽകാൻ വേണ്ടി കുഞ്ഞാമാർത്തം വെച്ചല്ലോ, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ദോഷം പുറത്തു തരാൻ വേണ്ടി നബിയെ അങ്ങേ എൻ്റെ വിഷയത്തിൽ ഇടപെടണം. കുഞ്ഞാമ്മ കുരുവട്ടൂർ നടത്താൻ പറ്റില്ലേ? ആ ഇടപെടാന്ന വിഷയത്തിലാണോ തശ്ബീഹ് മോൻ്റെ? ഇനി ഇജി കണ്ടോ, ഇജി ഇവിടെ ഷെയർ മുബാറക്കിനെ ആദിക്കലും കക്കൂസ് പോലും ഒരേ പോലെയാണ്, രണ്ടിനും സമ്മതം വേണ്ട എന്ന് പറഞ്ഞ് ഷെയർ മുബാറക്കിനെ കൊണ്ട് കിട്ടുന്ന ഇവിടെ ചെയ്യും കക്കൂസിൽ. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാ, മരപ്പോത്തെ ഇത്ര വലിപ്പമുണ്ടല്ലോ. മറുപടി പറയേ, ഞാൻ കേൾപ്പിച്ചുതരാം. എന്നിട്ട് ഇന്ന് അടുത്ത പ്രസംഗത്ത് പറയും. ആ കണ്ടോളി, ജി നമ്മളങ്ങനെ പഠിപ്പിച്ച തശ്ബീഹും മുസബ്ബിഹും മറ്റും മറിച്ച് നോക്കല്ലേ. ഞങ്ങൾക്ക് കുറച്ച് തിരിടോ സാധാരണക്കാർക്കും, മനസ്സിലാക്കിക്കോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഇടപെടുക, ആ വിഷയത്തിൽ ഇടപെടണം. അത് പേരോട് ഉസ്താദിനോട് പറഞ്ഞാലും പാപ്പാനോട് പറഞ്ഞാലും നിബിധങ്ങളോട് പറഞ്ഞാലും ആ ഇടപെടുക എന്നുള്ള വിഷയത്തിൽ ഇപ്പം ഇടപെടേണ്ടി വരില്ല. ഇപ്പം നമ്മൾ രസംകണക്കിന് ക്ലിപ്പാണ് കാണിച്ചു കൊടുത്തു, നിബിധങ്ങളോട് ഇസ്തിഹാസത്തിൽ ഇടപെടലാക്കി എന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടുണ്ടാക്കി വന്നിനി. അപ്പോൾ പറഞ്ഞില്ല, കാട്ടുകളും സമ്മതം ഇന്നലെ വീഡിയോ ഇറക്കി, അതിൽ മെല്ലെ ഇടപെടലിൽ പറഞ്ഞ് കുറഞ്ഞ് മെല്ലെ ഒഴിവാക്കി. ഉടനെ നിങ്ങൾക്ക് അറിയാം, വിവരം അറിയും. നിങ്ങളിവിടെ പേരോട് ഉസ്താദ് പറഞ്ഞ മുമ്പ് തന്നെ നിബിധങ്ങളോട് ഇസ്തിഹാസ ഇടപെടലാന്ന് പ്രസംഗിച്ച ആൾക്കാരങ്ങൾ അത്ര പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ടില്ല. ഇവൻ പ്രസംഗിച്ച അത്ര പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ടില്ല. പേരോട് ഉസ്താദ് 2 പ്രസംഗത്തിലാണ് പറഞ്ഞേ. ഇവൻ നാട് നീളെ പ്രസംഗിച്ചെടുത്തിട്ടുണ്ട്, കുഞ്ഞേമ്പും സമ്മതും അതേപോലെ നൗഷാദക്ക. ഇവന് കക്കൂസിനോട് തുല്യപ്പെടുത്തി നോക്കി ഷെയർ മുബാറക്കിനെ പറ്റി. പിന്നെ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പേരോട്, അതെന്താ? ഷെയർ മുബാറക്കിനെ ആദരിക്കാൻ, സ്വീകരണം നൽകാൻ, അതിനെ നോക്കാൻ ഏത് സംഘടന പറഞ്ഞിട്ടാണ്? എങ്ങനെ? അള്ളാന്റെ ഹബീബിനെ ആദരിക്കണമെങ്കിൽ ഇവന്റെ സംഘടന പറയണത്രേ. ആ സംഘടന ഞങ്ങൾക്ക് ആവശ്യമില്ല. കക്കൂസ് പോകണമെങ്കിൽ സംഘടന പറയണം, കക്കൂസ് പോകണമെങ്കിൽ സംഘടന പറയണം, കക്കൂസ് പോകണമെങ്കിൽ സംഘടന പറയണം. കേട്ടില്ലേ? ഷെയർ മുബാറക്കിനെ ആദരിക്കുന്ന വിഷയം
ആദരിക്കുന്നതും കക്കൂസ് പോണും ഒരേ മാതിരിയാണ്. ഇവിടെ കക്കൂസ് പോടിനോട് തുല്യപ്പെടുത്തിയിട്ടാ ഷെയർമാർക്കിനെ ആദരിക്കുന്ന വിഷയം കൊണ്ട് നിബിധങ്ങളെ ശരീരം അത് നിബിധങ്ങൾ തന്നെ. ആ നിബിധങ്ങളെ ആദരിക്കണത് ഇതൊക്കെ ഞാൻ ഓൻ പറഞ്ഞ ക്ലിപ്പ് എടുത്തിട്ടോ. നിബിധങ്ങൾ ശരീരമാണ്, നിബിധങ്ങൾ തന്നെയാണ്. നിബിധങ്ങൾ ശരീരം നിബിധങ്ങൾ തന്നെയല്ലേ. ആ നിബിധങ്ങൾ ആദരിക്കലും അതിനൊരാളെ സമ്മതം വേണ്ട. കക്കൂസ് പോണ മാതിരിയാണ്. കക്കൂസ് പോകാൻ ഒരാളെ സമ്മതം വേണ്ടല്ലോ. അപ്പൊ കക്കൂസ് പോടിനോടാണോ ഈ നിബിധങ്ങളെ ഉപമിച്ച് കൊല്ലമ്മോ എന്തേ എനിക്കെന്ത് പറയാണ്ട് മറുപടി നിങ്ങളെല്ലാ ഗുരുവട്ടികളും പറയും. ആണ്ട് പറയുമ്പോൾ മനസ്സിലാവും വേറൊരു സ്ഥലം എന്താ പറയുന്നില്ലേ കേട്ടോ. ഇങ്ങനെ ഞങ്ങൾക്കും പറഞ്ഞൂടെ നിബിധങ്ങളെ ഷെയർമാർക്കിനെ ആദരിക്കലും കക്കൂസ് ഒരാൾ തൂറാൻ പോകണം, ഒരാൾ നിബിധങ്ങൾ ഷെയറിനെ ആദരിക്കാൻ പോകണം ഒരേ മാതിരിയാന്നല്ലേ പോത്തേജ് പ്രസംഗിച്ച് അങ്ങനെ അർത്ഥം വെച്ചൂടെ? ഈ പറയുടെ മറുപടി അടുത്ത സ്റ്റേജിൽ കയറിക്കാണ്ട് ഞാൻ എന്താ മനസ്സിലാക്കിയത്? അവിടെ ആർക്കും തിരിയില്ലാന്നോ? അങ്ങനെ എല്ലാ കാട്ടുകള്ളന്മാരും വരും. സമയത്തുണ്ട് പമ്പേഴ്സും ഉണ്ടല്ലോ തീര്. എന്നിട്ട് ഇറങ്ങാൻ പറയും, ഇതെന്ന് പറയും. രണ്ടും ഒരേ മാതിരിയാ തന്നെ. ഒരാൾ തൂറാൻ പോണ മാതിരിയാടോ ഷെയർമാർക്കിനെ ആദരിക്കാൻ പോകുന്നത്, രണ്ടും ഒരേ മാതിരിയാ. പോത്താളെ നിങ്ങളെന്താ വിചാരിച്ചേ?